പുതിയ തലമുറയിലുള്ള ഡയറക്ടേഴ്സിന് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാം, ഇങ്ങനെ ചെയ്യിക്കാം എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അജിത്തിന്റെ പടത്തിന്റെ ഡയറക്ടറും എൻ്റെ വലിയ ഫാനാണ്. ഇപ്പൊ ചെയ്ത സർദാർ 2 ഡയറക്ടറും എൻ്റെ വലിയ ഫാനാണ്. ഇവരൊക്കെ അതുപോലെ തന്നെ സൂര്യയും കാർത്തിയൊക്കെ നമ്മുടെ ഫാനാണ്. വിജയ് നമ്മുടെ ഫാനാണ്. വലിയ നഷ്ടമാണ്. പക്ഷെ നമുക്ക് ഡേറ്റ് കൊടുത്തത് നമുക്ക് ഒരിക്കലും കമ്മിറ്റി തീർച്ചയായിട്ടും ആ പടത്തോടുകൂടിയാണ് പുള്ളി ഹീറോ ആയത്. അപ്പൊ പുള്ളി പറഞ്ഞു, സാർ എന്താ പടം ഇപ്പം പാത്തു അയ്യോ ഭയമാർക്ക് സാർ. അത് എന്നെ ഇങ്ങനെ നോക്കി ചോദിച്ചപ്പോ നല്ല ഗൈഡിയും നല്ല അക്സെപ്റ്റൻസും കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയില്ല അങ്ങനെ ഒരു ട്രെൻഡ് മലയാളത്തിൽ കാണുന്നില്ല. ഒരു അല്പം വിഷമമുള്ള ഒരു കാര്യം. ഇല്ല എനിക്ക് തീരെ ഇല്ല. ഇതുവരെ ഒരു നല്ലൊരു ആക്ഷൻ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ആക്ഷൻ നല്ല സിനിമയാണ്. പക്ഷെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ബസൂക്ക ഇന്നലെ കണ്ടു. ബസൂക്ക കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി. ബാബുച്ചേട്ടൻ ഇന്നലെ കിട്ടിയില്ല, ഇന്റർവ്യൂ ഒന്നും കിട്ടില്ല. ബാബുച്ചേട്ടൻ നല്ല ബിസിയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടി. ബാബുച്ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ബസൂക്ക ഇന്നലെ കണ്ടു. ഒരു സീനൊക്കെ സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ നല്ല കയ്യടിയും ബഹളവും മൊത്തം. നമുക്കൊക്കെയാണ് അവസാനത്തെ ഒരു 40 മിനിറ്റ്സ് പടം മൊത്തം ഒരു രക്ഷയില്ല, കലക്കിരിക്കുകയാണ്. ഈ മമ്മൂക്ക അങ്ങനെ ചെയ്യുന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല എനിക്ക് പോലും ചിലപ്പോൾ അങ്ങനെ ഞാൻ ചമ്മലായിരിക്കും. ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്ന് പറയാം, ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ബാബുച്ചേട്ടൻ എത്തുന്നത്? അതിങ്ങനെ പിന്നെ ആദ്യം തന്നെ കല്ലൂർ ഡെനിസ് ചേട്ടനാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞ് മോർണിംഗ് ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടർ, അത് ബാബുവിനെ പോലെ ഒരാൾ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അറിയാമല്ലോ. ഡെനിസ് ചേട്ടൻ പുള്ളി, ഞാൻ ഹീറോ ആയിട്ടുള്ള ഒരുപാട് പടങ്ങൾ പുള്ളി എഴുതിയ ആളാണ്. പിന്നെ ഇവിടെ മോനും ടീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അത് ഇങ്ങനെയാണ്, നമ്മൾ പല ഓപ്ഷൻസും നോക്കി, പക്ഷേ ഇതാണ് വർക്കൗട്ട് ആകുന്നത്, മമ്മൂക്കായ്ക്ക് ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കേട്ടു നോക്കിയപ്പോൾ അത് സംഭവം ഇതിന് പ്രത്യേകം പറഞ്ഞു, ഞാൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് പുറത്ത് ആരോടും പറയരുത്, അതുപോലെ നമുക്കൊന്നും ഒരു പബ്ലിസിറ്റിയും കൊടുക്കരുത് എന്നോട് പറഞ്ഞു. അതൊരു സർപ്രൈസ് ആയിട്ട്. അതുകൊണ്ട് പ്രൊമോഷൻ ഒന്നും ബാബുച്ചേട്ടൻ ഇല്ലാതെ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഈ സിനിമ മമ്മൂക്കയെ പോലെ ഒരു നടൻ, ഈ സിനിമ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 2019 മമ്മൂക്ക ഈ കഥ കേട്ടാന്ന് എൻ്റെ ഒരു 2019 അന്ന് മുതൽ ഈ സബ്ജക്ട് മമ്മൂക്കയുടെ മനസ്സിൽ അന്ന് സിനിമ ചെയ്യാൻ തയ്യാറായി. അന്നൊന്നും ഈ പറയുന്ന ഗെയിം കളിയൊന്നും അത്രയും ആക്റ്റീവല്ല. ഒരു പുതു തലമുറയ്ക്ക് വേണ്ടി, ഇനി നടക്കാൻ പോകുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു വെച്ച സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക് ഫിലിമാണിത്. ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുമില്ല, ഇന്ത്യയിലില്ല എന്നുള്ളതാണ്. പിന്നെ ഫാന്റാസ്റ്റിക് ടേക്കിങ്സ് അല്ലേ, ഞാൻ പടം കണ്ടു. ഇതൊരു ടേക്കിങ്സ് ആണ്, വളരെ മനോഹരമായിട്ട്. എത്ര പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്നോളം വന്നിരിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ടേക്കിങ്സ് വേണമെങ്കിൽ പറയാം. നല്ല എഡിറ്റിങ്, നല്ല മ്യൂസിക്, നല്ല ഡയറക്ഷൻ, മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ്, എല്ലാവരുടെയും നല്ല പെർഫോമൻസ്. അല്ല, ഈ മമ്മൂക്കയൊക്കെ സംബന്ധിച്ച് ഒരു പുതിയൊരു ഡയറക്ടറല്ലേ, കല്ലൂർ ടെന്നീസിന് മോൻ എന്നൊരു ലെവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും മമ്മൂക്ക ഈ പുതിയ ആളുകളങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അതിന്റെ ഒരു അത് വേറെ എല്ലാവർക്കും കഴിയുമെന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നില്ല, ഇങ്ങനെ ചേർത്ത് പിടിക്കാനേ. ഒരു മമ്മൂക്ക നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്ക് ടാലന്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി വിടത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ്. പുള്ളി അത് മനസ്സിൽ വെക്കും, മറക്കത്തില്ല. ഈ പറഞ്ഞ കഥയൊന്നും പുള്ളി അങ്ങനെ മറക്കുന്ന ആളല്ല. ആനയുടെ ഓർമ്മയാണ് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പുള്ളി എളുപ്പം കാണുമ്പോൾ പറയും, ഒന്നും മറക്കില്ല. ഈ മമ്മൂക്കയായിട്ട് ഈ ലൊക്കേഷനിൽ വെച്ചൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നല്ലോ, ഒരു രണ്ട് ദിവസം വളരെ തിരക്കിലായിരുന്നു. അന്ന് മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയവും കുറെ ഫോൺ കോളുകൾ വരികയും ഒക്കെ. എന്നാലും ഞങ്ങൾ സൗഹൃദ സംഭാഷണം, ഞാൻ ക്യാരവനകത്ത് കയറി കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു പോസ്റ്റർ പുള്ളി മമ്മൂട്ടി കമ്പനിയിൽ അത് പബ്ലിഷ് ചെയ്തു. ഞാനും മോനും കൂടെ അഭിനയിച്ചു, 2 മക്കളും കൂടെ അഭിനയിച്ച പടമൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. എനിക്ക് കിട്ടിയൊരു അറിവ്, ഇന്നലെ ഇറങ്ങിയ അജിത്തിന്റെ സിനിമ ഉണ്ടല്ലോ, അതിലും ബാബു ആന്റണി എന്നൊരു വ്യക്തി ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാകാതെ പോയി. അതെന്തായിരുന്നു കാരണം? ഡേറ്റിന്റെ പ്രശ്നമായിരുന്നു.
കാരണം ഞാനിപ്പോൾ ആക്ച്വലി ഈ മാസം എൻ്റെ 3 പടം റിലീസ് ചെയ്തിട്ടുണ്ട്. അതെ. ഒന്ന് ബസുക്ക, പിന്നെ മരണമാഷ, പിന്നെ 19-ാം തീയതി കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഈ 3-4 പടങ്ങൾ, പിന്നെ സാഹസം എന്ന് പറഞ്ഞ പടം നടക്കുന്നുണ്ടായിരുന്നു, പിന്നെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് വേറൊരു പടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പടങ്ങളുടെ ഇടയിൽ എനിക്ക് 2 പടങ്ങൾ മിസ്സായി. ഒരു പരം സുന്ദരി എന്ന് പറഞ്ഞ ഒരു ഹിന്ദി പടവും ഈ തമിഴ് പടവും മിസ്സായി പോയി. അത് വലിയ നഷ്ടമാണ്. പക്ഷെ നമുക്ക് ഡേറ്റ് കൊടുത്തത് നമുക്കൊരിക്കലും പാലിക്കണമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ഇന്നലെ ഇറങ്ങിയ 2 സിനിമയിലുമാണ്. മരണമാസത്തിൽ പോകുമ്പോൾ വേറെ ടൈപ്പ് ഒരു സംഭവമായിട്ടാണ്. മരണമാസത്തിൽ ഇന്നലെ കണ്ട സിനിമയാണ്, അതിൽ വേറെ ആളായിട്ട്, ബസുക്കലും വേറെ ആളായിട്ട്. ആ 2 സിനിമ ഒരുമിച്ച് ഇറങ്ങി, രണ്ടും 2 ക്യാരക്ടറാണ്. അത് ബാബു ആന്റണിയുടെ വ്യക്തി എങ്ങനെ എൻജോയ് ചെയ്യുന്നു? ഞാനിപ്പോൾ എനിക്കൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ആ കഥാപാത്രത്തിന്റെ അണ്ടർ ദ സ്കിൻ ഓഫ് ദാറ്റ് ക്യാരക്ടർ അതിലോട്ട് കടക്കാൻ നോക്കും. ബാബു ആന്റണി എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അവിടെ ഇല്ല. അപ്പോൾ മദനോത്സവത്തിലെ മദനൻ പരിപാടി അത് വേറൊരു സാധനം. പിന്നെ ഒരു ജാതി ജാതകത്തിലൊരു വേറെ ടൈപ്പ്. പിന്നെ കായംകുളം കൊച്ചുണ്ണി തങ്ങളായിരുന്നു. ഗ്രാൻഡ് മാസ്റ്ററിലൊരു എന്താ പറയുന്നത് സൈക്കോളജിക്കൽ, അതായത് സ്കിസോഫ്രേനിയുള്ള. നമുക്കത് നമ്മളങ്ങ് ആ ക്യാരക്ടറിലേക്ക് ചിന്തിക്കുന്നത്. ബാബു ആന്റണി എന്ന് പറയുന്ന ആളുടെ ഒരു മാനേഴ്സും അയാളുടെ ലൈഫും ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു വേ ഓഫ് പോർട്രേയിങ് ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ബാബു ആന്റണി എന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പണ്ട് സിനിമ, ഞാനൊക്കെ സിനിമ കണ്ട് വളരുന്ന കാലഘട്ടം, കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ബാബു ആന്റണിയുടെ പല ആക്ഷൻ സിനിമകൾ കണ്ടു. അത് അങ്ങനെ ഒരു വില്ലനായി അല്ലെങ്കിൽ നായകനായി വന്നൊരു കഥാപാത്രം. പിന്നീട് ബാബു ആന്റണി എന്നൊരു വ്യക്തിയെ കോമഡിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അത് ചെയ്യാൻ ബാബു ആന്റണി കഴിയുമെന്ന് ഡയറക്ടർമാർ കണ്ടെത്തുന്നു. ബാബു ആന്റണി വ്യക്തിക്ക് ആ ക്യാരക്ടർ കിട്ടുമ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു ധൈര്യം വരുന്നത് എവിടെ നിന്നാണ്? അത് നമ്മുടെ ഡയറക്ടേഴ്സാണ് എനിക്ക് ആ ധൈര്യം തരുന്നത്. കാരണം അവർക്ക് ഇപ്പം മരണമാസമാണെങ്കിലും ശിവ പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ശിവ അത് നമ്മൾ ചെയ്താൽ വർക്കൗട്ടാവും. അല്ലല്ല, ചേട്ടൻ ചെയ്താൽ വർക്കൗട്ടാവും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഈ ഡയറക്ടേഴ്സ്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഈ പുതിയ തലമുറയുള്ള ഡയറക്ടേഴ്സിന് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാം, ഇങ്ങനെ ചെയ്യിക്കാം എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പിന്നെ ഇവരൊക്കെ പിന്നെ നമ്മുടെ സിനിമകൾ കണ്ട് വളർന്ന പിള്ളേരാണ്. ഇപ്പൊ തമിഴിലാണെങ്കിലും ഇപ്പം ഈ അജിത്തിന്റെ പടത്തിന്റെ ഡയറക്ടറും എൻ്റെ വലിയ ഫാനാണ്. ഇപ്പൊ ചെയ്ത സർദാർ 2-ന്റെ ഡയറക്ടറും എൻ്റെ വലിയ ഫാനാണ്. ഇവരൊക്കെ അതുപോലെ തന്നെ സൂര്യയും കാർത്തിയൊക്കെ നമ്മുടെ ഫാനാണ്. വിജയ് നമ്മുടെ ഫാനാണ്. ഇവരെല്ലാം നമ്മുടെ പടം കണ്ട് വളർന്ന ആ ഒരു അനുഗ്രഹം, നമ്മളിലുള്ളൊരു കോൺഫിഡൻസ്, അതാണ് നമ്മളിപ്പോഴും നിലനിർത്തുന്നത്. പിന്നെ ഓഡിയൻസിന്റെ സ്നേഹം, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ എന്തും ചെയ്ത് അതങ്ങ് ചെയ്യുകയാണ് അറിഞ്ഞ്. ശരിയാണ്, എല്ലാവരും എന്ത് വേണ്ടി നമ്മൾ തയ്യാറാണ്. ഇത്രയും ഫാൻ അല്ലേ, നമ്മള് സൂപ്പർ സ്റ്റാറുകൾ തമിഴിലെ ഏറ്റവും വലിയ അജിത്ത് ഉൾപ്പെടെയുള്ള ബാബു ആന്റണി എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ഫാനായി മാറുന്നു. അത് നമ്മൾ ചെയ്തു വെച്ച ഒരേ കഥാപാത്രങ്ങൾ. കാക്കമുട്ടയും അതുപോലെ സൂര്യൻ, പൂഴിവാസലിലെ വെണ്ണിത്താണ്ടി വരുവായ, അതൊക്കെ പൂഴിവാസലിലേക്ക് എപ്പോഴും ഞാൻ ആ സർദാർ ചെയ്യുമ്പോൾ നമ്മുടെ യോഗി ബാബു എൻ്റെ കൂടെ കാക്കമുട്ടയിൽ അഭിനയിച്ച ആ പടത്തോടുകൂടിയാണ് പുള്ളി ഹീറോ ആയത്. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ അന്ത പടം ഇപ്പം പാത്തു, അയ്യോ മായമാർക്ക് സാർ, കൊമേഡിയൻ പറയും. അതുപോലെ SJ സൂര്യ ആണെങ്കിലും പുള്ളി ആദ്യം എന്നെ ഇങ്ങനെ നോക്കി, പൂഴിവാസലിലെ വാട്ട് എ മൂവി, വാട്ട് എ പെർഫോമൻസ്. അപ്പം മിത്രണ്ട് ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുക, മിത്രണ്ട് എക്സ്പ്രഷൻ ഇട്ടിട്ടിരിക്കുവായിരുന്നു ആദ്യം. കാർത്തി അത് ഞാൻ പൊന്നിയിൻ സെൽവത്തിന്റെ സമയത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനും ബ്രദറും ഫാനാന്ന് പറഞ്ഞു. പിന്നെ ഓഫ്കോഴ്സ് വിക്രം ഉണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാം നമുക്കെന്താ പറയുക, വലിയൊരു സ്നേഹമാണ് നമ്മുടെ ഒരു വലിയൊരു അസറ്റ്. എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ പറ്റും. തെലുങ്കിലാണെങ്കിലും ചിരഞ്ജീവി ആണെങ്കിലും ബാലകൃഷ്ണ ആണെങ്കിലും വെങ്കടേഷ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഞാൻ ഹീറോ ആയി കഴിഞ്ഞ് തെലുങ്കിൽ അങ്ങനെ അധികം പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ വില്ലൻ പരിപാടി നിർത്തിയത് കൊണ്ട്. വില്ലൻ പരിപാടി ഇനി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലേ? അല്ല വേണ്ടാന്ന് വെച്ചിട്ടില്ല. അത് നല്ല സംഭവങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും. അല്ല, ഒരു വില്ലൻ എന്ന് പറഞ്ഞ ഒരു സാധനം വേറൊരു ഇമേജ് കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പം ആ കഥയ്ക്കകത്ത് ഇപ്പോൾ 2 സീനേ ഉള്ളെങ്കിലും അതിനൊരു ആ കഥ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നമ്മളൊരു ആർട്ടിസ്റ്റാണല്ലോ, നമ്മളത് ചെയ്യും. കാരണം അത് അങ്ങനെയാണ്. ഇപ്പം ഇനി ഇപ്പൊ ചെയ്യണമെന്നുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇപ്പൊ കോമഡി ചെയ്തു വരുന്നു, ആക്ഷൻ ചെയ്തു വരുന്നു, ഒരു വൈശാലി പോലുള്ള പടം, അപരാനം പോലുള്ള പടം ചെയ്യാൻ പറ്റി. ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം, പല സിനിമകൾ കണ്ടു വളരുന്ന ഒരാൾ, പല സിനിമ ഇംഗ്ലീഷ് സിനിമ ഉൾപ്പെടെ കാണും, അത് മലയാളത്തിൽ ഇത്തരം ഒരു സിനിമ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉള്ളതായിരിക്കും. എനിക്കിതുവരെ ഒരു നല്ലൊരു ആക്ഷൻ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ ആക്ഷൻ നല്ല സിനിമയാണ്, പക്ഷെ അതുപോലെ ബഡ്ജറ്റില് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ജെയിംസ് ബോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ അതുപോലെ നല്ല ബഡ്ജറ്റില് ഒരു സിനിമ
ആക്ഷൻ പടം ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച്. ആ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി മെഷേഴ്സ് ഇല്ല, ടെക്നോളജി ഇല്ല, മോണിറ്റർ ഇല്ല, ഒരു ക്യാമറ ചൂസ് വയ്ക്കായിരിക്കും ചിലപ്പോൾ ക്യാമറ. ഇപ്പോഴത്തെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടൊരു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം. അങ്ങനെ ഒരു അതുപോലൊരു ആക്ഷൻ സിനിമ എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇനിയുള്ള ആഗ്രഹം. പിന്നെ ക്രൈസ്റ്റായിട്ട് അഭിനയിച്ച കൊള്ളാമുണ്ട്. ഇനിയിപ്പം നിലവിൽ റിലീസാനുള്ള സിനിമ നേരത്തെ പറഞ്ഞു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ അതൊക്കെയാണ്. ഇപ്പം സാഹസം, പിന്നെ അടിനാശം, വെള്ളപ്പൊക്കം, കേക്ക് സ്റ്റോറി, ഇതൊക്കെയാണ് റിലീസ് ചെയ്യാൻ പോകുന്ന പടം. പിന്നെ 2-3 പടങ്ങൾ, പിന്നെ സർദാർ 2 അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. 2 പടം തമിഴ് വേറെ വന്നിട്ടുണ്ട്. മലയാളം പടം ഹീറോ ആയിട്ട് തന്നെ 3-4 പടം ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴിൽ ഒരു എനിക്ക് തോന്നുന്നു ബാബു ആന്റണി എന്ന വ്യക്തി തമിഴിൽ ശരിക്കും ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയിലേക്ക് വലിയ ഒരു യൂസ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഡയറക്ടർമാർ തയ്യാറാവുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു അല്ലേ? മലയാളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞു ഗ്രാൻഡ് മാസ്റ്റർ അഭിനയിച്ചപ്പോൾ നല്ല ഗൈഡിയും നല്ല അക്സെപ്റ്റൻസും കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കി ഗോൾഡാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇടുക്കി ഗോൾഡ് നല്ല ഗൈഡിയും കാര്യങ്ങളും കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കായംകുളം കൊച്ചിൻ്റെ അതിലും നല്ല ഗൈഡും കിട്ടി. പിന്നെ മദനോത്സവം നല്ല ഗൈഡിയും നല്ല അക്സെപ്റ്റൻസും കിട്ടി. പിന്നെ RDX, ഇപ്പം തമിഴിലാണ് ഇപ്പോൾ RDX പോലൊരു സിനിമ തമിഴിലിപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് കൈഡി കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ നെക്സ്റ്റ് പടം ആൾക്കാർ അവന് ഹീറോ ആയിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെയാണ്. എന്നിട്ട് അത് വെച്ചൊരു 3-4 പടം അവർ മുതലാക്കും. 5ാമത്തെ പടം പൊട്ടുമായിരിക്കും, അത് വേറെ കാര്യം, പക്ഷെ അത് മുതലാക്കും. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ പറയാം RDX പറഞ്ഞൊരു പടം കഴിഞ്ഞ അതൊരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. ആ ടീം തന്നെ എന്നെ വെച്ചൊരു ആക്ഷൻ പടം ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് വിറ്റുപോയി. അങ്ങനെ ഒരു ട്രെൻഡ് മലയാളത്തിൽ കാണുന്നില്ല. അതൊരു അല്പം വിഷമമുള്ള ഒരു കാര്യമുണ്ട്. ഈ ആ ടീം മൊത്തം അവിടെ ഇവിടെ എല്ലാം പോയി, RDXന്റെ ടീം. എന്തുകൊണ്ടാണ് മലയാളത്തിൽ? എനിക്കറിയത്തില്ല എന്താണ്. അതാണ് മലയാളത്തിൽ ഇത്രയും ബിസിനസ് അത് മുതലാക്കണം. അതായത് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ സക്സസ്ഫുൾ ആയി അപ്പം തന്നെ അവനെ ക്യാച്ച് ചെയ്ത് അവൻ്റെ മാനെ മാർക്കറ്റ് ചെയ്ത് കാശാക്കാൻ മാത്രം. അങ്ങനെ ഒരു ബിസിനസ് കുറവായിട്ട് ഇല്ല എനിക്ക് തീരെ ഇല്ല. അപ്പൊ എന്തായാലും എക്സിസ്റ്റിംഗ് ഹീറോസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പുതിയൊരാൾ വന്ന് ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മുന്നോട്ട് പോകാൻ. ഇനി ഒത്തിരി നല്ല സിനിമകൾ കാണണം. മലയാളി പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമുള്ള നടൻ തന്നെയാണ്. പ്രേക്ഷകരോട് തന്നെ പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സ്നേഹമാണ് എന്നെ ഇപ്പോഴും നിലനിർത്തുന്നത്. എൻ്റെ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമകൾ, അതായത് ബസൂക്ക ഇറങ്ങി, അതെല്ലാവരും കാണുക. പിന്നെ മരണമാസം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അതും എല്ലാവരും കാണുക. ഇറങ്ങാൻ പോകുന്ന കേക്ക് സ്റ്റോറിയും സാഹസവും അടിനാശം വെള്ളപ്പൊക്കവും പിന്നെ സർദാർ 2 വരാൻ പോകുന്ന സിനിമകളെല്ലാം നിങ്ങൾ കാണുക. നിങ്ങളുടെ സ്നേഹം എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. താങ്ക് യു.